ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് റെവിറ്റിൻ്റെ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ റെവിറ്റിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ റെവിറ്റിൻ്റെ 16 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റെവിറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് വന്ന് നിൽക്കുന്നത്. ഈ സ്ക്രീനിന് നമ്മൾ പറയുന്ന പേരാണ് റീസെൻറ്റ് ഫയൽസ്. ഇങ്ങനെ ഒരു സ്ക്രീൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ലായിരിക്കും. ഇതിൽ രണ്ട് കാറ്റഗറിയാണുള്ളത്, ഒന്ന് പ്രോജക്റ്റ്, ഒന്ന് ഫാമിലി. പ്രോജക്റ്റ് ഫാമിലിയൊക്കെ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫയലിനെയാണ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഫയലിലേക്ക് യൂസ് ചെയ്യുന്ന ലൈബ്രറീസും അനോട്ടേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഫാമിലീസ്. ആ പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റെവിറ്റിൻ്റെ റീസെൻറ്റ് ഫയലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത പ്രോജക്ട്സ് റീസെൻറ്റ് ഫയൽസൊക്കെ ഇവിടെ വന്ന് കിടക്കും. ഫാമിലീസിൻ്റെ കാറ്റഗറീസിലാണ് നമ്മൾ റീസെൻറ്റ് ഫയൽസൊക്കെ ഇവിടെ വന്ന് കിടക്കും. അതിൽ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നെങ്കിൽ അങ്ങനെ ന്യൂ എടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ബാക്കി ഡീഫോൾട്ട് മെട്രിക്കൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഡീഫോൾട്ട് മെട്രിക്ക് അതൊരു ടെംപ്ലേറ്റ് ആണ്. അതെന്ത് ടെംപ്ലേറ്റ് ആണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഡീഫോൾട്ട് മെട്രിക് എന്ന ടെംപ്ലേറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്ത് ഞാൻ അകത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോയിലുള്ള എന്താണെന്ന് വെച്ചാൽ റെവിറ്റ് സോഫ്റ്റ്വെയറിൻ്റെ GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ റെവിറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വന്ന് നമ്മളിപ്പം ഇതാണ് റെവിറ്റിൻ്റെ GUI ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഇവിടെ ഈ കിടക്കുന്നില്ലേ, ഇതിനെയാണ് ആപ്ലിക്കേഷൻ മെനു ബാർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ മെനു ബാറിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു ഫയൽ എടുക്കാം, ന്യൂ, ഓപ്പൺ, സേവ്സ്, എക്സ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എല്ലാ സോഫ്റ്റ്വെയറിലും ഉള്ള പോലെ തന്നെയാണ് അതിലുള്ള. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ ഓപ്ഷൻസിൻ്റെ അകത്ത് വരുന്നതാണ്. അതിന് ഞാൻ ഓരോ വീഡിയോസിലും ഓരോ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല, ഇതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ മെനു ബാർ എന്ന് പറയും. ആപ്ലിക്കേഷൻ മെനു ബാറിൻ്റെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതിനെ ഇതിനെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയും. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ, ഒരു ടൂളിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാറാണ് ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. നമുക്ക് ഈ കിടക്കുന്ന ഏത് ടൂൾ വേണമെങ്കിലും അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആ ടൂളിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ, ഈ കോളം എന്ന് ഒരു ടൂള് അവിടെ ആഡായിട്ടുണ്ടായിരിക്കും. അതല്ല, നമുക്കിവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ടൂള് റിമൂവ് ചെയ്യണം, നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കൊടുക്കുക, അവിടുന്ന് റിമൂവ് ചെയ്യുക. നമുക്കിവിടെ ഉള്ള ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ അവിടെ നമ്മൾ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് സെപ്പറേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് സെപ്പറേറ്റർ എന്നൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഈ ഒരു ടൂള് റീഡോ എന്നൊരു ടൂള് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ലൈൻ ഉണ്ട്, ഒരു കാറ്റഗറി, ഇവിടെ ഒരു ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു ലൈൻ പോലെ നമുക്ക് കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കഴിഞ്ഞ് നമുക്കൊരു സെപ്പറേറ്റർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് സെപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സെപ്പറേറ്റർ നമുക്ക് ആഡ് ചെയ്യും. അത് നമുക്ക് ആ ഒരു സാധനം നമുക്ക് റിമൂവ് ചെയ്യും, എല്ലാ ഓപ്ഷൻസും തരംതിരിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ കാണുന്ന ഈ ഒരു 3D വ്യൂ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരണം, ഇവിടെ ആദ്യം കൊണ്ടുവരണം, അതിനെല്ലാം നമുക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ കൊണ്ടുവരാം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ഇവിടെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗണിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, അവിടെ നമുക്ക് ഏത് ടൂള് വേണോ, നമുക്കിവിടെ ഇല്ലാത്ത ഏത് ടൂള് ഡിഫോൾട്ടായിട്ടുള്ള ഇതാണ് ഇവിടെ വന്നേക്കുന്നത്. ആ ടൂള് ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ടൂള് വേണമെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്ത് അത് അവിടെ വരുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം, നമുക്കിതിനെ മാറ്റി തിരിച്ചൊക്കെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നൊരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഈ കിടക്കുന്ന അലൈൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂള് നമുക്ക് മുകളിൽ ഈ കാറ്റഗറി കൊണ്ടുവരണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക, അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഈ കാറ്റഗറിക്കകത്ത് കൊണ്ടുവരാം. ഈ കാണുന്ന ലൈനാണ് ഇവിടെ കാണുന്ന സെപ്പറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സെപ്പറേറ്റർ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ റിമൂവ് ചെയ്യുക.
അപ്പോൾ ആ ഒരു സെപ്പറേറ്റർ അവിടെ നിന്ന് പോകുന്നതാണ്. നമുക്കവിടെ ആഡ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഇവിടുത്തെ ഓപ്ഷനിൽ ആഡ് സെപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം, ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഇതിൽ ഷോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ബിലോ റിബൺ എന്നിട്ട് ഓപ്ഷനുണ്ട്. അതെ ഇവിടെയും ഉണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ. ഇതിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയും ഉണ്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോ ബിലോ ദ റിബൺ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് അവിടെ നിന്ന് പോയി ഇതിനെ റിബൺ എന്ന് പറയും, ഇതിൻ്റെ അടിയിൽ വന്ന് കിടക്കും. ഷോ ബിലോ ദ റിബൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിബണിൻ്റെ അടിയിൽ വന്നിട്ടത് കിടക്കും. അതല്ല നമുക്ക് മുകളിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് ചിലപ്പോൾ ഇവിടെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അവിടെയാണ് വേണ്ടതെന്ന് ചിലർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട്, അതല്ലെങ്കിൽ അവിടെ തന്നെ ഷോ എബവ് ദ റിബൺ കൊടുത്തു കഴിഞ്ഞ് അവിടെ തന്നെ പോയി കിടക്കും. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോജക്റ്റ് ടൈറ്റിൽ ബാർ ആണ്. അപ്പം നമുക്ക് മറ്റുള്ള സോഫ്റ്റ്വെയറിനെ പോലെയല്ല, നമുക്ക് ഈ സോഫ്റ്റ്വെയറിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ട്. ഒരൊറ്റ പ്രോജക്റ്റ് തന്നെ ഒരുപാട് ഫ്ലോർ പ്ലാൻ ഉണ്ട്, സൈഡ് പ്ലാൻ ഉണ്ട്, 3D വ്യൂ ഉണ്ട്, എലിവേഷൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി വ്യൂസ് തന്നെ ഒരു പ്രോജക്റ്റിൽ വേണ്ടി വരും. അപ്പം നമ്മൾ ഏത് പ്രോജക്റ്റ് ആണോ അതിൻ്റെ പേര് വരും. ഏത് ഫ്ലോർ പ്ലാനിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ലെവൽസ് ഇവിടെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെവൽ 1, ലെവൽ 2 ഫ്ലോർ പ്ലാൻ്റെ അകത്ത് തന്നെ ലെവൽ 1, ലെവൽ 2 സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് വ്യൂസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഏത് വ്യൂവിലാണ്, ഫ്ലോർ പ്ലാൻ എന്നൊരു വ്യൂവിലാണ് ഇപ്പം നിൽക്കുന്നത്, അതിൽ ലെവൽ 1 എന്നൊരു വ്യൂവിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ സഹിതം ആ ഒരു ടൈറ്റിൽ ബാറിൽ വരും. അതെന്താണ്, ഏത് വ്യൂവിലാണ് നിൽക്കുന്നതെന്ന് സഹിതം നമ്മൾ ആ ഒരു ടൈറ്റിൽ ബാറിൽ വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഈ ടൈറ്റിൽ ബാറിന് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്തിന് നമ്മൾ ഇൻഫോ സെൻറ്റർ എന്ന് പറയും. ഇൻഫോ സെൻറ്ററിൽ നമ്മൾ ഇവിടെ ഒരു സാധനം, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഈ വോൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഹെൽപ്പ്, നമ്മൾ വോൾ എന്താണ്, വോൾ ടൂൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ഓൺലൈൻ ഹെൽപ്പായിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോഡെസ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി അനാലിസിസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഇൻഫോ സെൻറ്ററിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് പറയുന്നതാണ് ഇതിൻ്റെ റിബൺ എന്ന് പറയുന്ന സാധനം. റെവിറ്റിൽ മാത്രമല്ല ഓട്ടോ ക്യാഡിലും നമ്മൾ ടൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിബൺ ഫോർമാറ്റിലാണ്. ഇതിലും ടൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിബൺ ഫോർമാറ്റിലാണ് വരുന്നത്. റിബൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു ടൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിക്കാണ് റിബൺ ഫോർമാറ്റ് എന്ന് പറയുന്നത്. റിബൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിവിടെ ആർക്കിടെക്ചർ, സ്ട്രക്ചർ, സിസ്റ്റംസ്, ഇൻസെർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നില്ലേ, അതിനെ നമ്മൾ ടാബ്സ് എന്ന് പറയും. ടാബ്സിൻ്റെ അകത്തിന് ഇപ്പോൾ ആർക്കിടെക്ചർ എന്നൊരു ടാബിൽ തന്നെ കുറേ കാറ്റഗറി ഉണ്ട് ഇല്ലേ. ബിൽഡ് എന്നൊരു കാറ്റഗറി ഉണ്ട്, സർക്കുലേഷൻ എന്നൊരു കാറ്റഗറി ഉണ്ട്, മോഡൽ എന്നൊരു കാറ്റഗറി ഉണ്ട്, റൂം ആൻഡ് ഏരിയ എന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പം നമ്മൾ ഈ ബിൽഡ്, സർക്കുലേഷൻ അങ്ങനെയുള്ള സാധനത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പാനൽസ്. അപ്പം ഈ ഒരു വോൾ എന്ന് പറയുന്ന ടൂൾ എവിടെ കിടക്കണമെന്ന് വെച്ചാൽ ആർക്കിടെക്ചർ ടാബിനകത്ത് ബിൽഡ് എന്ന് പറയുന്ന പാനലിൻ്റെ അകത്ത് ആണ് വോൾ എന്ന ഒരു ടൂൾ ഇരിക്കുന്നത്. ഒരു ടൂൾ എവിടെ കിടക്കുന്നത്, ടാബിൻ്റെ അകത്തൊരു പാനലുണ്ട്, ആ പാനലിൻ്റെ അകത്താണ് ഒരു ടൂള് കിടക്കുന്നത്. പിന്നെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പ്രോജക്റ്റ് ബ്രൗസർ, ഒന്ന് പ്രോപ്പർട്ടീസ് പാലറ്റ്. പ്രോജക്റ്റ് ബ്രൗസർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യൂസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ ഈ വ്യൂ അല്ല, എനിക്ക് വേറെ വ്യൂ ആണ് വേണ്ടതെങ്കിൽ ആ വ്യൂ സെലക്ട് ചെയ്യാം. അതിനാണ് നമ്മൾ പ്രോജക്റ്റ് ബ്രൗസർ എന്ന് പറയുന്നത്. ആ ഒരു വ്യൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റിലേക്ക് ആവശ്യമുള്ള ഏത് വ്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തന്നെയാണ് പ്രോജക്റ്റ് ബ്രൗസർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് വരുന്നതാണ് പ്രോപ്പർട്ടീസ് പാലറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല രണ്ടും രണ്ടായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കണ്ടിട്ടുള്ളത്. രണ്ടും രണ്ട് സ്ഥലത്തിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ വച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പം മിക്കവരും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. റെവിറ്റ് എന്ന സോഫ്റ്റ്വെയർ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാണുമെന്ന് വെച്ചാൽ അവർക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ രണ്ട് സൈഡിൽ വെച്ചിട്ട് മിഡിലായിരിക്കും അവർ 3D മോഡലിംഗ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് വച്ച് യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലം മാത്രമേ മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ. മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, നമുക്ക് ഇച്ചിരി സ്പേസ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവച്ച് ഒരുമിച്ച് വച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് ബാക്കി നമുക്ക് മോഡൽ ചെയ്യാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് വച്ച് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെ പോയി എടുക്കണം,
ക്ലോസ് ചെയ്ത് പോയി, അബദ്ധത്തിൽ ക്ലോസ് ആയി പോയി. ഇത് എവിടെ പോയി എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ വ്യൂ ടാബിൽ വിൻഡോസ് പാനലിൽ യൂസർ ഇൻ്റർഫേസ് ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. നമുക്ക് ക്ലോസ് ആയിപ്പോയ പ്രോജക്റ്റ് ബ്രൗസർ ക്ലോസ് ആയിപ്പോയ പ്രോജക്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. പ്രോപ്പർട്ടീസ് ക്ലോസ് ആയിപ്പോയ പ്രോപ്പർട്ടീസും ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ പ്രോപ്പർട്ടീസ് അവിടെ പോയി മാത്രമല്ല ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, അതിന് ഷോർട്ട് കീ ഉണ്ട്, പി എന്നുള്ളത് പ്രോപ്പർട്ടീസ് പാലറ്റിൻ്റെ ഷോർട്ട് കീ ആണ് പി എന്നുള്ള. ജസ്റ്റ് പി കൊടുത്താൽ മതി, എൻ്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പി കൊടുക്കുക. പ്രോപ്പർട്ടീസ് പാലറ്റിനെ തിരിച്ചു കൊണ്ടുവരാം, ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് പി കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ഷോർട്ട് കീസ് ഉണ്ട്, അത് ഞാൻ വഴിയെ ഓരോന്ന് പറയുമ്പോൾ ഇതേപോലെ പറഞ്ഞു തരാം. ഓട്ടോകാഡിൽ നമ്മൾ കൊടുക്കുന്ന പോലെ എൻട്രിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഷോർട്ട് കീ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഷോർട്ട് കീസ് എവിടെയെങ്കിലും നിങ്ങൾ കുറിച്ച് വെക്കുക. ഇതിൽ ഒത്തിരി നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഷോർട്ട് കീസ്, അതുകൊണ്ട് ഷോർട്ട് കീ എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അല്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മനസ്സിൽ തന്നെ വച്ചേക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാത്ത ഒരാളാണെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കുറിച്ച് വയ്ക്കുക ഇതൊക്കെ. ഓക്കെ, അടുത്ത വരുന്ന ഈ താഴെ ഈ കാണുന്നില്ലേ 1:100 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഈ ഒരു ബാറിനെ നമ്മൾ വ്യൂ കൺട്രോൾ ബാർ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ വ്യൂസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് വിഷ്വൽ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വയർ ഫ്രെയിം വേണോ, ഹിഡൻ ലൈൻ വേണോ, ഷെയ്ഡഡ് വേണോ, റിയലിസ്റ്റിക് വേണോ, അല്ലാണ്ട് നമുക്ക് ഇതിനെ ഹൈഡ് ചെയ്തൊക്കെ വയ്ക്കണോ എന്നുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ബാറിലാണ് വരുന്നത്. അപ്പോൾ അതിനെ വ്യൂ കൺട്രോൾ ബാർ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ താഴെ ഈ വരുന്നേക്കുന്നത് സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. സ്റ്റാറ്റസ് ബാർ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോകാഡിൽ നമ്മുടെ കമാൻഡ് ബോക്സ് ഉണ്ട്. കമാൻഡ് ബോക്സിൽ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ, സ്പെസിഫൈ സെക്കൻഡ് കോർണർ എന്നിട്ട് ഓരോ കമാൻഡ്സിന് അവർ ഓരോ ഇത് പറഞ്ഞു തരത്തില്ലേ, അതുപോലെ തന്നെ ഒരു ബാർ തന്നെയാണിത്. പക്ഷേ ഓട്ടോകാഡ് പോലെ അത്രയും സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരത്തില്ല, ഒരു ഹിൻറ്റ് പോലെ ആയിരിക്കും. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ വോൾ എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ റെഡി എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലിക്ക് ടു എൻ്റർ വാൾ സ്റ്റാർട്ട് പോയിന്റ്, അതൊരു ഹിൻറ്റ് പോലെ ആയിരിക്കും. അതിൽ നമുക്ക് ടൂൾസൊക്കെ ഇതിൽ ഇതൊക്കെ വരുന്നത്. അത്രയും ഓട്ടോകാഡ് പോലെ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമാൻഡ് ബോക്സ് അല്ല ഉള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഒരു ഹിൻറ്റ് പോലെ ആയിരിക്കും വരുന്നത്. അതാണ് അവിടുത്തെ സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിൽ അത് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം അത് പറയേണ്ട ആവശ്യമില്ല. 2 കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം GUI എല്ലാം പറഞ്ഞു തന്ന് ടാബും ബാറും പാനലും എല്ലാം എന്തൊക്കെയാണെന്ന് പറഞ്ഞ് 2-3 കാര്യങ്ങൾ എക്സ്ട്രാ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു വോൾ എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ ഒരു ടൂളിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിനെ കണ്ടക്ച്വൽ മെനു എന്ന് പറയും. ഒരു ടൂളിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ ആ വരുന്ന ഓപ്ഷൻസിനെ കണ്ടക്ച്വൽ മെനു എന്ന് പറയാം. ഇനി ഞാൻ ടൂളിനെ തന്നെ സെലക്ട് ചെയ്യുവാണ്. ആ ടൂളിനെ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ നമ്മുടെ ടാബ് മൊത്തം മാറി. ഇവിടെ എക്സ്ട്രാ ഒരു മോഡിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഒരു പച്ച കളറിൽ കാണാൻ പറ്റും. എക്സ്ട്രാ ഒരു ടാബ് വരുന്നുണ്ട്. ആ ഒരു ടാബ് ആ ഒരു ടൂള് വോളെന്ന് പറയുന്ന ടൂള് സെലക്ട് ചെയ്തപ്പം വന്നൊരു ടാബാണ് ഇല്ലേ. അപ്പോൾ ആ ഒരു ടാബിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ച്വൽ ടാബ്. ഒരു ടൂളിനെ സെലക്ട് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ടൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടാബ്, പുതിയൊരു ടാബ് വരുന്നതിനാണ് നമ്മൾ കണ്ടക്ച്വൽ ടാബ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ സെലക്ട് ചെയ്തപ്പം തന്നെ ഈ റിബണിൻ്റെ അടിയിൽ ഒരു ബാറുണ്ട്. ആ ഒരു ബാറിൽ കുറേ ഓപ്ഷൻസ് വന്നില്ലേ, അതിന് നമ്മൾ ഓപ്ഷൻ ബാർ എന്ന് പറയും. ആ ഒരു ടൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. ഒരു ടൂൾ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും അതിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നത്. അല്ലാണ്ട് നമുക്ക് അവിടെ ഒരു ബാർ അങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് അറിയാനേ പറ്റില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു ബാർ ഉള്ളതായിട്ട് അറിയാൻ പറ്റില്ല. നമ്മളൊരു ടൂളിനെ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അറിയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ലെവൽസ് എന്താണ്, ലെവൽ 2, ലെവൽ 1, ലെവൽ 2 ഒക്കെ ഈ കാണുന്നുണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ ആർക്കും മനസ്സിലാവത്തില്ല. ലെവൽസിൻ്റെയൊക്കെ കാര്യങ്ങളും ലെവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ലെവൽ എന്നൊക്കെ ഉള്ളത് വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോസൊക്കെ കാണുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലിടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.